സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അങ്ങനെ ദേവസ്വം ബോർഡിലെ ആൾക്കാരിലേക്കും അന്വേഷണ സംഘം എത്തുകയാണ്. പ്രധാനപ്പെട്ട നടപടികളിലേക്കൊക്കെ പോകുന്നു. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ സുധീഷ് കുമാർ അറസ്റ്റിലായി. കേസിലെ മൂന്നാം പ്രതിയാണ് സുധീഷ് കുമാർ. 2019 ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു. സുധീഷ് കുമാറിനെ ഉടൻ റാന്നി കോടതിയിൽ ഹാജരാക്കുന്നതായിരിക്കും. CK അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, അങ്ങനെ നിർണായകമായ മറ്റൊരു അറസ്റ്റ് കൂടി നടന്നിരിക്കുകയാണ്. മൂന്നാം പ്രതിയാണ് സുധീഷ്. അങ്ങനെ ഓരോരുത്തരിലേക്കും അന്വേഷണ സംഘം എത്തുന്നുണ്ടല്ലേ? ഇനിയുള്ള നടപടികൾ എങ്ങനെയായിരിക്കും? കൂടുതൽ പേരെ ഇനിയും വിളിപ്പിക്കാനുള്ള സാധ്യത ഇന്ന് കാണുന്നുണ്ടോ? ശബരിമല സ്വർണ്ണപ്പാളി കവർച്ച കേസുമായി ബന്ധപ്പെട്ട മുരാരി ബാബുവിനോടൊപ്പം തന്നെ തുല്യ പങ്കാളിത്തമുള്ള ആൾ എന്ന് SIT കരുതപ്പെടുന്ന ആൾ തന്നെയാണ് മൂന്നാം പ്രതിയായിട്ടുള്ള D സുധീഷ് കുമാർ. 2019 ഈ തട്ടിപ്പ് നടക്കുന്ന കാലയളവിൽ അദ്ദേഹം ശബരിമലയിൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ചുമതല വഹിച്ചിരുന്ന ആളാണ്. പ്രധാനപ്പെട്ട തെളിവായി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന ആക്ഷേപങ്ങളും SIT കണക്കാക്കുന്നതും ഇപ്രകാരമുള്ള കണ്ടെത്തലുകൾ തന്നെയാണ്. അതായത് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ എന്നുള്ളതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ചെമ്പ് പാളികൾ എന്ന രേഖയുണ്ടാക്കിയതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആൾ കൂടിയാണ് D സുധീഷ് കുമാർ. പാളികളിൽ സ്വർണ്ണമാണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കെ ഇദ്ദേഹം ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഇവ നവീകരണത്തിന് കൊടുത്തുവിടാമെന്നുള്ള തെറ്റായ ശുപാർശ ദേവസ്വം ബോർഡിന് നൽകി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കണ്ടെത്തലായി പുറത്തു വന്നിട്ടുള്ളത്. മാത്രമല്ല, മഹസർ തയ്യാറാക്കിയപ്പോഴും ഈ ചെമ്പുപാളി എന്നുള്ള പരാമർശം തന്നെയാണ് അതിനകത്തിൽ ഉൾപ്പെട്ടത്. മറ്റൊന്ന്, മഹസർ തയ്യാറാക്കുന്ന സമയത്ത് ശബരിമല സന്നിധാനത്ത് ഉണ്ടായിട്ടില്ലാത്ത ആളുകളുടെ പേരുകൾ കൂടി ഉൾപ്പെടുത്തി മഹസർ തയ്യാറാക്കി. അങ്ങനെ ബോധപൂർവം ചിലരെ കൂടി ഉൾപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ കൃത്രിമരേഖ ചമയ്ക്കുന്നതിനടക്കം പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം കണക്കാക്കുന്നത്. തന്മൂലം സ്വർണ്ണപ്പാടികളിൽ ഉണ്ടായിരുന്ന ലോഹം, വിലപ്പെട്ട മൂല്യമുള്ള ലോഹം തട്ടിയെടുക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവസരം ഒരുക്കിയ പ്രധാനപ്പെട്ട ആൾ കൂടിയായിട്ടാണ് മൂന്നാം പ്രതി D സുധീഷ് കുമാറിനെ SIT കാണുന്നത്. 11:30 കൂടിയാണ് തിരുവനന്തപുരത്ത് നിന്ന് SIT സംഘം പ്രതിയുമായി പത്തനംതിട്ടയിലേക്ക് പുറപ്പെട്ടത്. ശബരിമല ഉൾപ്പെട്ട ഈ സംഭവത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്നുള്ളത് റാന്നി കോടതിയുടെ പരിധിയിലാണ് വരുന്നത്. എന്നാൽ റാന്നി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് അവധിയാണ്. പകരം ചുമതല പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2-നാണ്. അതുകൊണ്ട് അരമണിക്കൂർ സമയത്തിനുള്ളിൽ പ്രതിയുമായി SIT സംഘം പത്തനംതിട്ട നടപടികളും മുന്നിലേക്ക് പോവുകയാണ്. നിർണായകമായ അറസ്റ്റാണ് നടന്നിരിക്കുന്നത്. ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം നീളുകയാണ്. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ഉൾപ്പെടെ വിളിപ്പിക്കും. മുന്നിലേക്കുള്ള നടപടികളും ഇനി നിർണായകമാണ്. CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.